Hello dear students, welcome to 6th lesson of linear programming. This is another question regarding the mathematical solution of the linear programming. That means how to formulate the problems into the mathematical format. And this 6th lecture we are going to discuss another pattern of the problem relating with the mathematical construction. Okay, and before that, what is the linear programming? Once again, the linear programming is a concept introduced by one Mr. George. The linear programming is like a techniques for choosing the best alternative from the set of the feasible alternatives in a situation which objective function as well as the constraints can be expressed in the linear mathematical function. The term is known as the linear programming, and this tool is very useful for the decision making. And how to formulate the mathematical model LPP. And basically 4 steps. The first step is identify the objectives, that's the maximization or minimization. And second step is that's expression of the linear function, that's z equal to maximization or minimization. This means construction of the z format. And third step is identify the constraints, and one of the important objectives maximize, that is less than equal to, objective minimize the greater than equal to. In addition to above constraint, the non-negativity constraint x1, x2, x3 greater than equal to 0. ഈ 4 സ്റ്റെപ്സ് ആണ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലീനിയർ ഫംഗ്ഷനിങ്, കൺസ്ട്രൈൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഫോർത്ത് സ്റ്റെപ്പ് ഈസ് അതിൻ്റെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രൈൻറ്റ്. ഒരിക്കലും സീറോനെ താഴെ പോകില്ല, മിനിമം 0 ആൻഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും x1, x2, x3 വാരിയബിൾസ് വരാം. ഓക്കെ, ലെറ്റ് us discuss a problem. A dealer wish to purchase number of fans and sewing machines. 2 എലമെന്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു, ഫാൻസും swing machines വാങ്ങിക്കാൻ തീരുമാനിച്ചു. He has only rupees 5,760 to invest. 5,760 രൂപയുള്ള ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആകെയുള്ള പൈസ. And has space at most 20 item. മാക്സിമം 20 എടുക്കണം. മാക്സിമം അദ്ദേഹത്തിന് 20 അവിടെ അറ്റ്മോസ്റ്റ് മാക്സിമം അദ്ദേഹം 20 അവിടെ എടുത്തിരിക്കണം. ആൻഡ് ഹാസ് ടു സ്പേസ് അറ്റ്മോസ്റ്റ് 20 തന്നെ സ്പേസ് ഉണ്ട്. ഫാൻ്റെ കോസ്റ്റ് 360 ആണ്. ഫാൻ്റെ കോസ്റ്റ് 360 ആൻഡ് സ്വിങ് മെഷീൻ്റെ കോസ്റ്റ് 240 ആണ്. 240 ആണ് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് വരുന്നത്, കോസ്റ്റ്. ആൻഡ് ഹിസ് എക്സ്പെക്ടേഷൻ ദാറ്റ് ക്യാൻ സെൽ ദ ഫാൻ പ്രോഫിറ്റ് ₹22 ആൻഡ് സ്വിങ് മെഷീൻ ഈസ് എ പ്രോഫിറ്റ്. അതായത് അതിൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫാൻ 22 രൂപ പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും, സ്വിങ് മെഷീൻസ് 18 രൂപ പ്രോഫിറ്റിൽ വിൽക്കാം എന്നൊരു അസംഷൻ അദ്ദേഹം എടുത്തിട്ടുള്ളത്. വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അത് പ്രോഫിറ്റിൽ വിൽക്കാം. അപ്പോൾ അവിടെ തന്നെ മാക്സിമൈസേഷനും പ്രോഫിറ്റിൻ്റെ കൺസെപ്റ്റാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Assume that he can sell all the items he can buy, and how should investor money in order to maximize the profit? Profit എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. Formulate the mathematical model to the problem. അതായത് ഡീലർ മീൻസ് ഫാൻസും സീ മെഷീൻസും വാങ്ങിക്കുന്നു. 5,760 അത് ഇൻവെസ്റ്റ് ചെയ്ത് 20 ഐറ്റംസ് എടുക്കുകയാണ്. 20 ഐറ്റം ആണ് അദ്ദേഹം എടുക്കുന്നത്. അറ്റ്മോസ്റ്റ് 20 ഐറ്റം ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മാക്സിമം രണ്ടും കൂടി 20 ഐറ്റംസ് എടുക്കാന്ന്. അതായത് ഫാനും സ്വീം മെഷീനും കൂടിയിട്ട് 20 ഐറ്റംസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാൻ്റെ കോസ്റ്റ് 360 ആണ്, സ്വീം മെഷീൻ്റെ 240 ആണ്. ഈ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഫാൻ 22 രൂപ പ്രോഫിറ്റിൽ വിൽക്കാം, സ്വീം മെഷീൻസ് 18 രൂപ പ്രോഫിറ്റിൽ വിൽക്കാം. എങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് എത്രത്തോളം വരും എന്നാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസൈഡ് ദ ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവിൽ സംശയമില്ല, സ്പെസിഫൈ ദാറ്റ് ഇസ് എ മാക്സിമൈസേഷൻ ഓഫ് ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നമുക്കറിയാം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുക. അത് ലീനിയർ ഫംഗ്ഷൻ്റെ ഇസഡ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഹി ക്യാൻ സെൽ ദ ഫാൻ അറ്റ് എ പ്രോഫിറ്റ് 22 ആൻഡ് 18. സി മെഷീൻസ് 18 ആണ്. അപ്പോൾ നമുക്ക് സി ഫാനിന് x1 സി മെഷീൻ x2 കൊടുക്കാം. ഓക്കെ, ലെറ്റ് x1 x2 റെപ്രസെന്റ് ഫാൻസ് ആൻഡ് സ്വീ മെഷീൻസ് റെസ്പെക്റ്റീവ്ലി അസ്യൂം ചെയ്തു. ദെൻ ഇസഡ് മാക്സിമൈസേഷൻ ആണ്, ഇസഡ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണ്. 22 സി മെഷീൻ ഫാന് x1 ആണ് കൊടുത്തിട്ടുള്ളത്, മറ്റേ x2 ആണ്. അപ്പോൾ 22 x1 പ്ലസ് 18 x2 അതാണ് 22 x1 പ്ലസ് 18 x2. അതാണ് പ്രോഫിറ്റിന്റെ ലോജിക്ക് പറഞ്ഞിട്ടുള്ളത്. സ്പെസിഫൈ ദ ഫാൻ പ്രോഫിറ്റ് ഇസ് 22 ആൻഡ് സ്വീ മെഷീൻ പ്രോഫിറ്റ് ഇസ് 18. അപ്പോൾ 22 x1 പ്ലസ് 18 x2 ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരണത്. കാരണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 22 x1
18x2 ആണ് നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്ന പ്രോഫിറ്റ്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു, കാരണം ഇവിടെ x1 is a fan and x2 is a sewing machine. ആൻഡ് തേർഡ് സ്റ്റെപ്പ് നമുക്കറിയാം കൺസ്ട്രൈൻസിൻ്റെ ഫോർമുലേഷൻ ആണ്. കൺസ്ട്രൈൻസ് നമുക്ക് മാക്സിമൈസേഷൻ ആണെങ്കിൽ ലെസ് ദാൻ ഈക്വൽ ടു ആണ്, മിനിമൈസേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സിമ്പിൾ. അപ്പോൾ ഈ സിമ്പിളിന് മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും, മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കും. ആ സിമ്പിളിന് ഒരു മാറ്റമില്ല, അത് എപ്പോഴും സെയിം തന്നെ. ഇവിടുത്തെ കൺസ്ട്രൈൻസ് എന്താ നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ കൺസ്ട്രൈൻസ്. A dealer wish to purchase fans and sewing machines. He has only 5,760 5760 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഹാസ് എ സ്പേസ് അറ്റ്മോസ്റ്റ് ഫോർ 20 ഐറ്റം. 20 ഐറ്റം തന്നെ സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് x1 ഉം x2നും സ്പേസ് 20ആണ്. x1 ഉം x2നുള്ള സ്പേസ് 20ആണ്. അറ്റ്മോസ്റ്റ് മാക്സിമം 20ആണ്. ഫാൻ്റെ കോസ്റ്റ് 360, സീവിംഗ് മെഷീൻ്റെ കോസ്റ്റ് 240 ആണ്. ടോട്ടൽ എമൗണ്ട് 5760 രൂപയാണ് കയ്യിലുള്ളത്. 5760 ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാക്സിമം ആയിട്ടുള്ള പൈസ, മാക്സിമം എമൗണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കൺസ്ട്രൈൻസ് വരുന്നത്, കാരണം ആദ്യം നമുക്ക് സ്പേസ് നോക്കാം. ഇൻവേഴ്സ് ആൻഡ് ഹാസ് എ സ്പേസ് അറ്റ്മോസ്റ്റ് 20 ഐറ്റം. അതായത് x1 എന്ന് പറയുന്ന ഐറ്റം x2, x1 ഈസ് റെപ്രസെൻറ്റിംഗ് ദ ഫാൻ, x2 ഈസ് എ സ്വീം മെഷീൻ. ഇത് രണ്ടും കൂടിയിട്ട് ഓൺലി 5000 ഇൻവേഴ്സ് ആൻഡ് ഹാസ് എ സ്പേസ് അറ്റ്മോസ്റ്റ് 20 ഐറ്റത്തിന് സ്പേസ് ഉള്ളൂ. അതായത് x1 x2നുള്ള സ്പേസ് പറയുന്നത് രണ്ടും കൂടി 20 ഐറ്റംസ് വയ്ക്കാനുള്ള സ്പേസേ ഉള്ളൂ. അത് ഫസ്റ്റ് കൺസിഡർ ഇൻവെസ്റ്റ് ആൻഡ് സ്പേസ് അറ്റ്മോസ്റ്റ് ഫോർ 20 ഐറ്റം. ദാറ്റ് മീൻസ് x1 x2 കൂടി 20 ഐറ്റത്തിനുള്ള സ്പേസ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ x1 പ്ലസ് x2 20 ഐറ്റം. സോ ബിക്കോസ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ് 20 ഐറ്റം. ഇവിടുത്തെ സിമ്പിൾ പറഞ്ഞാൽ മാക്സിമൈസേഷൻ അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആണ്. രണ്ടും കൂടിയിട്ട് മാക്സിമം കിട്ടുന്ന 20 ഐറ്റത്തിനുള്ള സ്പേസ് നമുക്ക് തരുന്നുള്ളൂ. സോ ദ x1 പ്ലസ് x2 ലെസ് ദാൻ ഈക്വൽ ടു 20. ആൻഡ് ഹി ഹാസ് ഓൺലി 5760 രൂപ കയ്യിലുള്ളൂ. ഫാൻ്റെ കോസ്റ്റ് 360, സ്വീം മെഷീൻ്റെ കോസ്റ്റ് 240. ഇത് രണ്ടും കൂടി 5760 ആണ് മാക്സിമം ഉള്ള എമൗണ്ട്. അപ്പോൾ നമുക്കറിയാം മാക്സിമം ആണ്, അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആണ് സിമ്പിൾ വരാം. അപ്പോൾ ഫാൻ മീൻസ് x1 ഈസ് ദ 360 പ്ലസ് സ്വീം മെഷീൻ 240 x2. ദാറ്റ് മീൻസ് എമൗണ്ട് 5760. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഈക്വൽ ടു 5760. ഇത് രണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള, രണ്ടും കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന എമൗണ്ട്. അപ്പോൾ എമൗണ്ടുകൾക്ക് വേണ്ടി നമ്മൾ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ സ്പേസ് രണ്ട് ഐറ്റത്തിനുള്ള ഇക്വേഷനാണ്. അറ്റ്മോസ്റ്റ് മാക്സിമം 20 ഐറ്റത്തിനാണ്. അപ്പോൾ x1 x2 കൂടിയിട്ട് 20 ഐറ്റംസ്, ബിക്കോസ് അറ്റ്മോസ്റ്റ് 28 ആണ്. ഇവിടെ 5600 ഓൺലി. ഫാൻ കോസ്റ്റ് 360, സ്വീം മെഷീൻ്റെ കോസ്റ്റ് 240 ആണ്. അപ്പോൾ ഈ ഒരു കൺസ്ട്രൈൻസ് ഇതാണ് ലിമിറ്റേഷൻസ്. ഇത് വെച്ചിട്ട് രണ്ട് ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, ഹാസ് സ്പേസ് അറ്റ്മോസ്റ്റ് 20 ഐറ്റം. x1 പ്ലസ് x2 ലെസ് ദാൻ ഈക്വൽ ടു 20. And another one is a cost 360 for the fan and swing machine 240. So 360 x1 plus 240 x2 less than equal to 5760. Second equation. നമുക്കൊരു ഫോർത്ത് സിറ്റുവേഷൻ നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ് ആണ്. അതായത് x1 x2 ഒരിക്കലും എന്താണ് സീറോയ്ക്ക് താഴെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഫോർത്ത് വൺ x1 x2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ദാറ്റ്സ് എ നോൺ നെഗറ്റിവിറ്റി കൺസെപ്റ്റ്. ഇനി അവസാനം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു, നമ്മൾ ആദ്യം ഇത് maximization ആണ്. That means z is 22x1 plus 18x2, that is z. And constraint x1 plus x less than equal to 20, x1 plus x2 less than equal to 20. And another constraint 360x1 plus 240x2 less than equal to 5760. 360x1 plus 240x2 less than equal to 5760. And fourth one is non-negativity concept, x1 and x2 is greater than equal to 0. അപ്പോൾ ഈ സ്റ്റെപ്സ് കൂടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ എൻ്റെ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ ചെയ്ത് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കി. അനദർ വൺ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്സിൽ ചെയ്ത്, ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ട് ഐറ്റംസ് ആണ്. ഇപ്പോൾ x1 x2 ആണ്, ഫാനും സ്വീം മെഷീനാണ്. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ് പറയണമെന്ന് നോക്കി ക്വസ്റ്റിൽ. അപ്പോൾ പ്രോഫിറ്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ 22x1 ദെൻ 18x2 ആണ്. അപ്പോൾ നമ്മൾ എഴുതി 22x1 ഫോർ ഫാൻ, 18 ഫോർ ദ സ്വീം മെഷീൻ. സോ 22x1 പ്ലസ് 18x2. തേർഡ് സ്റ്റെപ്പിൽ കൺസ്ട്രൈൻസ് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം മാക്സിമൈസേഷൻ അപ്പോൾ നോർമലി ലെസ് ദാൻ ഈക്വൽ ടു ആണ് അധികം ആവശ്യമായിട്ട് വരാം. മിനിമൈസേഷൻ ആണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് സിമ്പിൾ ഏറ്റവും കൂടുതൽ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ലോജിക് ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൺസ്ട്രൈൻസിലേക്ക് വന്നു. കൺസ്ട്രൈൻസിൽ ആദ്യത്തെ കൺസ്ട്രൈൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5760 ഉണ്ട്. ആൻഡ് ഹാസ് സ്പേസ് അറ്റ്മോസ്റ്റ് 20 ഐറ്റം.
രണ്ടും കൂടി 20 ആയിട്ട് നല്ല സ്പേസ് എവിടെ ഉള്ളൂ. അപ്പോൾ x1 x2 കൂടി 20, മാക്സിമം 20. ദെൻ സിമ്പിൾ ലെസ് ദാൻ ഈക്വൽ ടു ആണ്, കാരണം മാക്സിമൈസേഷൻ ലെസ് ദാൻ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫാൻ്റെ കോസ്റ്റ് 360 ആൻഡ് മെഷീൻ്റെ കോസ്റ്റ് 240. അപ്പോൾ 360 x1 പ്ലസ് 240 x2 ലെസ് ദാൻ ഈക്വൽ ടു, കാരണം അദ്ദേഹം സിമ്പിൾ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ബിക്കോസ് മാക്സിമൈസേഷൻ 5760. ആൻഡ് ഫോർത്ത് പ്രിൻസിപ്പിൾ നോൺ നെഗറ്റിവിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡിസിഷൻസ് ഇപ്പോൾ x1 x2 is greater than equal to 0. Okay, so let me conclude once again. The first we discuss what is a linear programming. Linear programming is like a technique choosing the best alternative from the feasible alternatives, and a situation which objective function as well as constraints can be expressed a linear mathematical function, and after that how to formulate the mathematical model. And 4 steps. The first is identify the objective, another one is linear function, third step is construction of the constraints, identifying the constraints, and the maximization symbol is less than equal to, minimization symbol is greater than equal to, and fourth one is non-negative, x1 x2 is greater than equal to 0. This is a problem, and the first identify the objective, this is a maximization, and after that the linear functioning, this is equal to 22 x1 plus 18 x2, and after that constraints, two constraints x1 x2 less than equal to 20, and 360 x1 plus 240 x2, 360 x1 plus 240 x2 less than equal to 5760. The second constraints, and after that non-negativity is x1 x2 is greater than equal to 0. അപ്പോൾ ഈ കാര്യങ്ങളാണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ദാറ്റ്സ് എ കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്രോബ്ലം ഇൻ ടു ദ ലീനിയർ construction of the formula in the problem in the mathematical format. It's one of the important methods for the solving the linear programming. Okay, anyway, thank you so much, and thank you for watching me.